ക്രൂശെടുത്തു നിൻ പിന്നാലെ വരും ഞാൻ നിന്യനായി തീർന്നെന്നാലും നിൻ മഹത്വം ഘോഷിപ്പാൻ നായകായ ക്രൂശെടുത്തു നിൻ പിന്നാലെ വരും ഞാൻ നിന്യനായി തീർന്നെന്നാലും നിൻ മഹത്വം ഘോഷിപ്പാൻ എൻ കർത്താവേ ഞാൻ പിൻചെല്ലും തൻ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും എൻ കർത്താവേ ഞാൻ പിൻചെല്ലും തൻ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ലൗകികാഭിലാഷമല്ല സ്വർഗത്തിന്റെ ദൈവം എന്റെ ദിവ്യ പങ്കനേറ്റും ഞാൻ മഹാസൗഭാഗ്യവാൻ ലൗകികാഭിലാഷമല്ല സ്വർഗത്തിന്റെ ദൈവം എന്റെ ദിവ്യ പങ്കനേറ്റും ഞാൻ മഹാസൗഭാഗ്യവാൻ എൻ കർത്താവേ ഞാൻ പിൻചെല്ലും തൻ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും എൻ കർത്താവേ ഞാൻ പിൻചെല്ലും തൻ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും നിൻ പ്രസാദമെൻ പ്രമോദം നിൻ പ്രകാശം ജീവനാ നീതാനെന്റെ ഏകലാക്കും നീ എല്ലാറ്റിലും എല്ലാം നിൻ പ്രസാദമെൻ പ്രമോദം നിൻ പ്രകാശം ജീവനാ നീതാനെന്റെ ഏകലാക്കും നീ എല്ലാം
ഹസിച്ചിടിലും നിന്റെ മുഖശോഭ മൂലം ക്ലേശമില്ലൊരിക്കലും ശത്രു ഏറ്റം ക്രുദ്ധിച്ചാലും മിത്രം ഹസിച്ചിടിലും നിന്റെ മുഖശോഭ മൂലം ക്ലേശമില്ലൊരിക്കലും എൻ കർത്താവേ ഞാൻ പിൻചെല്ലും തൻ രക്തം താൻ ചൊരിഞ്ഞു ലോകമെന്നെ കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചെറുപടകിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം അർപ്പിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം ജനനത്തിൽ ആരംഭിച്ച് മരണത്തിൽ അവസാനിപ്പിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരിക്കലും സന്തോഷം മാത്രമായിരിക്കുകയില്ല, ദുഃഖം മാത്രമായിരിക്കുകയില്ല, വേദന മാത്രമായിരിക്കുകയില്ല, സമാധാനം മാത്രമായിരിക്കുകയില്ല നമ്മുടെ ജീവിതം. സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും വേദനകളും രോഗങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റിമറയും. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഏറുമ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ വാക്ക് നാം പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, എൻ്റെ അടുത്ത് വന്നൊന്നിരിക്കുവാൻ, എൻ്റെ തോളിലൊന്ന് തട്ടി എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും മാനുഷികമായ വാക്കുകളിൽ അല്പസ്വല്പം ആശ്വാസം ലഭിക്കുമെങ്കിലും പരിപൂർണമായ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കാറില്ല. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് എന്ന് ചിന്തിച്ചാൽ, പീഡന പരമ്പരകൾ നേരിട്ടുകൊണ്ടിരുന്ന അപ്പോസ്തലനായ പൗലോസിന് തെസ്സലോനിക്ക സഭയിൽ അധികകാലം നിൽക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ആത്മീക ജീവിതത്തിൻ്റെ ചവിട്ടുപടികളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം AD 51 തൻ്റെ 2-ാം മിഷനറി യാത്രയിൽ വെച്ചാണ് തെസ്സലോനിക്കർക്ക് ഈ ലേഖനം എഴുതുന്നതെന്ന് ചരിത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിൽ കൂടി തെസ്സലോനിക്ക സഭയുടെ അവസ്ഥകളെക്കുറിച്ച് അറിയുകയും പീഡന പരമ്പരകളുടെ നടുവിലും സഹിഷ്ണുതയോടെ നിൽക്കുന്ന സഭയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഒരു ക്രിസ്ത്യാനി എപ്രകാരമായിരിക്കണമെന്നും ഒരു ആത്മീക ജീവിതം എപ്രകാരം നയിക്കണമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചും വ്യക്തമാക്കുകയാണ്. നാം വായിച്ച വേദവാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ആ വാക്കുകൾ പറയുവാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ പോയതുപോലെ നിങ്ങളെ ചേർപ്പാൻ വേഗത്തിൽ വരും. കർത്താവ് തങ്ങളെ ചേർപ്പാൻ വേഗത്തിൽ വരുമെന്നുള്ള അവരുടെ ഒരാഗ്രഹവും അവരുടെ വിശ്വാസവുമായിരുന്നു ആദിമസഭയിൽ നിലനിന്നിരുന്നത്. എന്നാൽ കാലഘട്ടം മുൻപോട്ട് കടന്നുപോയി. കർത്താവിൻ്റെ വരവ് താമസിച്ചപ്പോൾ അവരിൽ പലരും മരിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ മരിച്ചവർ എവിടെയായിരിക്കുമെന്നോ മരിച്ചവരുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നോ കർത്താവിൻ്റെ വരവിൽ അവരുടെ സ്ഥാനം എവിടെയായിരിക്കും തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ഉയരുകയും അതേ തുടർന്ന് പലവിധമായ അഭിപ്രായങ്ങൾ ഉരുവാകുകയും ചെയ്തു. അതുകൊണ്ട് മറ്റഭിപ്രായങ്ങളിലേക്കൊന്നും കടന്നുപോയി വചനവിരുദ്ധമായി ഒന്നും പോകാതിരിക്കേണ്ടതിനായി ഇവിടെ വ്യക്തമാക്കി പറയുകയാണ്: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. ഇങ്ങനെ പറഞ്ഞ് ആരംഭിച്ചിട്ട് അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. അതുകൊണ്ട് ഇങ്ങനെ നാം ഇരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ അന്യോന്യം ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിക്കുവിൻ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നരകത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ്
അനേകരും ദൈവത്തെ സേവിക്കുന്നത്. എന്നാൽ അതുകൊണ്ടല്ല നാം ദൈവത്തിനെ ഭയപ്പെടേണ്ടത്. സ്വർഗവും നരകവും തമ്മിൽ ചിന്തിക്കുമ്പോൾ ഒരിക്കൽ ഇപ്രകാരം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം യുവതി 2 കരങ്ങളിലും 2 ബക്കറ്റ് ഏന്തിക്കൊണ്ട് അത് നിറച്ചു വെള്ളം കൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. താൻ എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആ മുസ്ലിം യുവതി ഇപ്രകാരം മറുപടി പറയും, ഞാൻ സ്വർഗവും നരകവും കണ്ടാൽ സ്വർഗത്തിലേക്ക് ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ മനോഹാരിതയെ ഞാൻ നഷ്ടപ്പെടുത്തി കളയും. നരകത്തിലേക്ക് എൻ്റെ മറുകൈയിലെ ബക്കറ്റിലെ വെള്ളം നരകത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് നരകത്തിലെ തീ ഞാൻ കെടുത്തിക്കളയും. കാരണം സ്വർഗത്തിലേക്കുള്ള മനോഹാരിതയും നരകത്തിനെക്കുറിച്ചുള്ള ഭയവുമാണ് ദൈവത്തിനെ സേവിക്കുവാൻ ഈ സകല മനുഷ്യരെയും ഉത്തേജിപ്പിക്കുന്ന ഘടകം. എന്നാൽ യഥാർത്ഥത്തിൽ അതായിരിക്കരുത് ദൈവത്തിനെ സേവിക്കുവാൻ നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ഘടകം. മറിച്ച് സ്വർഗത്തിനും നരകത്തിനേക്കാളും അതീതമായി ദൈവം നമ്മളെ നടത്തിയ വഴികൾ, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇതിനെയൊക്കെ വർണ്ണിക്കുമ്പോൾ ഈ ദൈവത്തിനെ നമുക്ക് സേവിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ആദിമസഭയും ഇന്നത്തെ വിശ്വാസികളും ഒരുപോലെ കാത്തിരിക്കുന്നത്? കാരണം ആദാമ്യ പാപത്താൽ സകല മാനവജാതിയും പാപത്തിന് അടിമപ്പെട്ടു പോയപ്പോൾ, സകല മനുഷ്യനും ശാപഗ്രസ്തരായി തീർന്നപ്പോൾ, ഈ ഭൂമി ശാപത്താൽ നിറഞ്ഞപ്പോൾ, ദുഃഖങ്ങളും വേദനകളും കഷ്ടതകളും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആദാമിനെ ദൈവം ഏദൻ തോട്ടത്തിലാക്കി വെച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നീ ഈ ഭൂമിയെ വാഴുവാൻ വേണ്ടി ആക്കി വെച്ചവൻ പാപം ചെയ്തത് മൂലം അവൻ പിശാചിനും പാപത്തിനും അടിമപ്പെട്ടു പോകാൻ ഇടയായി തീർന്നു. അധികാരം നടത്തേണ്ടവൻ അടിമയായി പോകുന്ന ഒരവസ്ഥയാണ് അവിടെ കാണുന്നത്. ആദാമ്യ പാപത്താൽ സകല മാനവജാതിയും പാപത്തിന് അധീനരായി തീർന്നതുകൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിൽ വളരെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഈ അകലത്തെ ഒന്ന് കുറച്ച് ദൈവത്തിനെയും മനുഷ്യനെയും തമ്മിൽ നിരപ്പിക്കുവാൻ തക്കവണ്ണം ദൈവിക പദ്ധതിയുടെ ഫലമായി കാലാകാലങ്ങളിൽ ന്യായാധിപന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ എഴുന്നേറ്റിട്ടും ഇവർക്കാർക്കും ദൈവത്തിനെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുപ്പിക്കാൻ കഴിയാതെ ഇതിൻ്റെ ദൂരം വളരെ വലുതായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ തിരുവചന നിവൃത്തിക്കായി പാപമെന്നറിയാത്ത കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. താൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് മണിമാളികളിലും അന്തഃപുരങ്ങളിലും അല്ല വസിച്ചത്, മറിച്ച് സാധാരണക്കാരുടെ കൂടെയാണ് കർത്താവ് യേശുക്രിസ്തു ജീവിതം നയിക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവായ യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്നുവെന്ന് പ്രസംഗിക്കാനും അത് കേൾക്കുവാനും ഒക്കെ വളരെ എളുപ്പമാണ്. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്, സകല ഭൂലോകത്തെയും സൃഷ്ടിച്ചവൻ, സകല അധികാരവും കയ്യിലുള്ളവൻ, ഒരു വാക്കുകൊണ്ട് സകലതും ഉളവാക്കിയവൻ, സകല നാമത്തിനും മേലായ നാമമുള്ളവൻ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി കന്യാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി പറ്റിപ്പിടിച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതം ഈ ലോകത്തിൽ മറ്റൊന്നില്ല. ആ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ അവൻ അനേക രോഗികളെ സൗഖ്യമാക്കി, അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കരയുന്നവരെ അവൻ ആശ്വസിപ്പിച്ചു. ആ ശുശ്രൂഷകളിൽ കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനത്താലും ഭാരത്താലും നിങ്ങൾ വളരെയധികം വ്യാകുലപ്പെടുന്നുണ്ട് എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുവിൻ, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഈ ലോകത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മനുഷ്യനെ പീഡിപ്പിക്കുകയും അവൻ്റെ വേദനകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന രാജാക്കന്മാരെയും നേതാക്കന്മാരെയും നാം കാണുമ്പോൾ ഇവിടെ ഒരു വനിത സകല ലോകത്തിൻ്റെയും ഉടയവനായവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ദൈവം ആശ്വാസപ്രദനായ ദൈവമാണ്. അവൻ വേദനിപ്പിക്കുന്ന കർത്താവല്ല, അവൻ നിരാശ തരുന്ന കർത്താവല്ല, അവൻ ദുഃഖം തരുന്ന കർത്താവല്ല. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എത്ര വലിയതാണെങ്കിലും ഈ ഭൂമിയിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ വേറെ ആരുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ആ കർത്താവിനെ യഹൂദ മത നേതാക്കന്മാരുടെയും ന്യായശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ആക്രോശത്തിൻ്റെ ഫലമായി അവൻ്റെ പുറത്തടിച്ച ഓരോ അടിയും നമ്മുടെ രോഗസൗഖ്യത്തിന് കാരണമായി തീരുകയായിരുന്നു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് യഹൂദന്മാരുടെ രാജാവ് ജയ ജയ എന്ന് പരിഹസിക്കുമ്പോൾ, പരിഹാസമേറ്റവനായി നിൽക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, പരിഹാസം അനുഭവിച്ചൊരുവൻ നിങ്ങളുടെ പരിഹാസങ്ങളെ മാറ്റുവാൻ ശക്തനാണ്. നിങ്ങൾ രോഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, പുറം
ഉഴുവുചാൽ പോലെ കീറത്തക്കവണ്ണം റോമാ പടയാളികളാൽ അടിയേറ്റപ്പോൾ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. കഷ്ടതകളും വേദനകളും നിന്ദകളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം രോഗമുണ്ടെങ്കിൽ മാത്രമേ രോഗത്തിന് ആശ്വാസം തരുന്ന കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. നിന്ദയും പരിഹാസവും ഉണ്ടെങ്കിൽ മാത്രമേ നിന്ദയെയും പരിഹാസത്തെയും മാറ്റി ആനന്ദത്തെ ഉടിപ്പിക്കുന്ന ഒരു കർത്താവിനെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടിരിക്കരുത്. മറിച്ച് ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ആശ്വാസം തരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് അവനിൽ വിശ്വസിക്കുക. ആദിമസഭ വളരെയധികം വേദനകളിലും പീഡനങ്ങളിലും കടന്നു പോകുവാനിടയായി തീർന്നു. ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സിംഹത്തിൻ്റെ മുൻപിലേക്ക് ക്രിസ്ത്യാനികളെ എറിഞ്ഞുകൊടുത്ത് ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരുന്ന അവസ്ഥ. അവരുല്ലാസത്തിനായി കൂടി വരുന്ന മൈതാനങ്ങളിൽ വെളിച്ചം ലഭിക്കേണ്ടതിന് വേണ്ടി ക്രിസ്ത്യാനികളെ തൂണോട് ചേർത്ത് കെട്ടി തീ കൊളുത്തി അതിൻ്റെ വെളിച്ചത്തിൽ അവർ ആനന്ദം കണ്ടിരുന്നു. മൃഗങ്ങളുമായി മല്ലയുദ്ധത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെ ഇട്ടുകൊടുക്കുമായിരുന്നു. തിളച്ച എണ്ണയിലേക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിഞ്ഞ് ഒരു മനുഷ്യ ശരീരം വറുത്തുകോരിയെടുത്ത് അവർ ആനന്ദം കണ്ടെത്തിയിരുന്നു. അതിൻ്റെ നടുവിലും അവരെ പിടിച്ചു നിർത്താൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും അധികം വേദനകളും പ്രതികൂലങ്ങളും പീഡനങ്ങളും ഏറ്റിട്ടും ഇന്നും ക്രിസ്ത്യാനിത്വം ലോകത്തിൽ വളരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആശ്വാസപ്രദനായ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്നുള്ളതാണ്. ആ കർത്താവിനെ കണ്ടുകൊണ്ട് മുൻപിലേക്ക് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. വേദനയിലും ദുഃഖത്തിലും മാനുഷിക വാക്കുകൾക്ക് പരിമിതികളുണ്ട്. മാനുഷിക വാക്കുകൾ കൊണ്ട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. മാനുഷിക ബുദ്ധിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ പുറമേ ഒരു വേദന ഉണ്ടെങ്കിൽ ഒന്ന് മരുന്ന് ഒന്ന് മുറിവ് കെട്ടുവാനോ ഒന്ന് തടവി കൊടുക്കുവാനോ ഒരുപക്ഷെ മനുഷ്യന് കഴിയും. പക്ഷേ ഹൃദയത്തിൻ്റെ വേദനകളെ അറിഞ്ഞ് ഹൃദയത്തിന് ആശ്വാസം പകരുവാൻ മനുഷ്യർക്ക് കഴിയാതിരിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന് അത് കഴിയുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം കൂടിയാണ്. ഒരു മനുഷ്യനും പരിപൂർണമായ സന്തോഷവും ആനന്ദവും ലഭിക്കുകയില്ല. പരിപൂർണമായ സന്തോഷവും ആനന്ദവും ലഭിക്കുന്ന ഒരു സമയം കർത്താവ് തൻ്റെ വിശുദ്ധ ജനത്തെ ചേർക്കാൻ വേണ്ടി മേഘാരൂഢനായി വെളിപ്പെട്ടു വരുമ്പോഴാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് എടുക്കപ്പെടുന്നതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു. ഒന്നാമതായി, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക. സ്വന്തം രക്ഷിതാവും കർത്താവുമായി യേശുവിൽ നീ വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥകളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും വേദനകളാണെങ്കിലും അനുഗ്രഹം ലഭിച്ചാൽ ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിനെ പരിപൂർണമായി കർത്തൃത്വം നടത്തുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ കർത്താവിന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. രണ്ടാമതായി, വിശുദ്ധ ജീവിതം നയിക്കുക. കർത്താവിൻ്റെ വചന അടിസ്ഥാന പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവവചനത്തിൽ ആശ്രയിക്കുക. നാം വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിൽ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഒരു ഭരണവ്യവസ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയായി ജീവിച്ച് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഭരണഘടനയാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഒരു ക്രിസ്ത്യാനി എപ്രകാരം ജീവിക്കണമെന്നും അവൻ എപ്രകാരം ദൈവത്തെ സേവിക്കണമെന്നും അവൻ എപ്രകാരം ദൈവത്തിൽ ആശ്രയിക്കണമെന്നും പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം ഈ വേദവചനത്തിൽ കൂടി മനസ്സിലാക്കുന്നത് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന കർത്താവാണ്. അവന് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. നമ്മുടെ വേദന മറ്റാരും കണ്ടില്ല എങ്കിലും, നമ്മുടെ വേദന മറ്റാരും അറിഞ്ഞില്ല എങ്കിലും ആ കർത്താവിന് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. അവൻ്റെ വരവ് വളരെയധികം വേഗത്തിലാകുന്നു. ഈ ലോകത്തിലെ സകല സംഭവങ്ങളും വിളിച്ചു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു വേഗത്തിൽ വരാൻ പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായി പറയുന്നു, കർത്താവിൻ്റെ വരവ് വാനമേഘങ്ങളിൽ വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട് മറന്നുപോയ കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് ഈ സമയം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, കർത്താവിനല്ലാതെ മറ്റാർക്കും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ സകല മതഗ്രന്ഥങ്ങളും മരണം വരെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ മരണത്തിനപ്പുറത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് എങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്. ആ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, കർത്താവ് നമ്മെ ചേർപ്പാൻ വേഗത്തിൽ വരാൻ പോവുകയാണ്.
ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുമ്പോൾ പരിപൂർണമായ ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. കർത്താവിൻ്റെ വരവ് വളരെ വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധമുറവിളികളും ഒക്കെ നാം ശ്രവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാൻ പോവുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 55-ാം വാക്യത്തിൽ പറയുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 55-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? ഈ പാട്ട് പാടിക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവജനം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ വാക്കുകൾ, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്നുള്ള ഈ വാക്കുകൾ ഒരുപക്ഷെ നാം പാടുന്നത് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമ്പോഴായിരിക്കും. അനേക വിശുദ്ധന്മാരെ മരണം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, മണ്ണറയ്ക്കുള്ളിൽ അവരെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ഇറങ്ങി വരുന്ന സമയത്ത് മരണപാശങ്ങളെ അഴിച്ചു മാറ്റി മരണം കൊണ്ട് അവസാനിച്ചുവെന്ന് ലോകം വിധി എഴുതിയ ദൈവത്തിന് വേണ്ടി ജീവിച്ച ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ അവർ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊപ്പം മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ നാം ഒരുമിച്ച് പാടും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കി, എൻ്റെ ജീവിതത്തിന് ഇതൊരു അവസാനമാ, ഈ രോഗം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഈ സാഹചര്യങ്ങൾ എന്നെയും കൊണ്ടേ അവസാനിക്കത്തുള്ളൂ എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് പറയുന്നു, മരണത്തിനപ്പുറത്തൊരു ജീവിതം നിനക്ക് നൽകിക്കൊണ്ട് ആശ്വാസകരമായ, സമാധാനപരമായ, സന്തോഷകരമായ ഒരു ജീവിതം നൽകി തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. നീ അവനിൽ വിശ്വസിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന് നാം വേദവചനത്തിൽ വായിക്കുന്നു. അങ്ങനെ ഈ ഏകജാതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നാം മരിച്ച് മണ്ണറയ്ക്കുള്ളിൽ അടക്കപ്പെട്ടാലും അല്ല, നാം ജീവനോടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വരവ് സംഭവിച്ചാലും അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും അവസരം ലഭിക്കും. സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം സന്തോഷത്തോടെ വസിക്കുവാൻ നമുക്കും ഇടയായിത്തീരും. പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. മാന്യമിത്രമേ, നിന്നെ കർത്താവ് വിളിക്കുകയാണ്. അവൻ ആശ്വാസത്തിൻ്റെ ഉറവിടമായ ദൈവമാണ്. ഈ മാനുഷികമായ ജീവിതത്തിൽ മാത്രമല്ല, മരണത്തിനപ്പുറത്തും എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ ആശ്വാസത്തിൻ്റെ ഉറവിടമാണ്. ആ ആശ്വാസത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. ദൈവത്തോടൊന്ന് പറയാൻ തയ്യാറാകുമോ? കർത്താവേ, ഇവർ പ്രസംഗിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ആശ്വാസം പകരത്തക്കവണ്ണം നല്ല കർത്താവാണ് എങ്കിൽ, ഇവൻ ആശ്വാസപ്രദനായ കർത്താവാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ എന്ന് നിങ്ങളിരിക്കുന്ന സ്ഥാനങ്ങളിരുന്നു കൊണ്ട് നിങ്ങൾക്കൊരു നിമിഷം പറയാൻ കഴിയുമോ? അങ്ങനെയാണ് എങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ബൈബിളിൽ പ്രകാരം വായിക്കുന്നുണ്ട്, അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നിന്നോടും നീ അവനോടുമൊപ്പം അത്താഴം കഴിക്കും. എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, കർത്താവ് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ എത്ര വലുതാണെങ്കിലും, നിൻ്റെ സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും, ഒരാശ്വാസം ലഭിക്കുവാൻ, ഒരാശ്വാസ വാക്ക് പറയുവാൻ ആരുമില്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിലും ആശ്വാസപ്രദനായ കർത്താവ് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ജീവിതത്തിനെ അവനെ മാറ്റിമറിക്കുവാൻ കഴിയും. നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അവന് മാറ്റിമറിക്കുവാൻ കഴിയും. നിൻ്റെ രോഗത്തിനെ അവന് മാറ്റുവാൻ കഴിയും. നിൻ്റെ ശാപത്തിനെ അവന് മാറ്റുവാൻ കഴിയും. നിൻ്റെ ഭയത്തിനെ അവന് മാറ്റുവാൻ കഴിയും. നിൻ്റെ ആത്മഹത്യ പ്രവണതയെ അവന് മാറ്റുവാൻ കഴിയും. നിൻ്റെ സകല വിഷയങ്ങൾക്കും ഒരാശ്വാസപ്രദനായി നിൽക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ആ കർത്താവിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗം നല്ല കർത്താവേ, കർത്താവെ, നല്ല സമയത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം കേട്ട സകലരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പ ഒരു നല്ല ആശ്വാസപ്രദനായി ദൈവം അവരോട് കൂടെ ഇരിക്കുമാറാകണമേ. അവരുടെ പ്രത്യാശയില്ലാത്തവരെ പോലെ ജീവിക്കുവാനല്ല, പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ, കർത്താവിൽ പ്രിയം വെച്ചുകൊണ്ട്
അങ്ങയുടെ വരവിനെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവം സഹായിക്കുമാറാകണമേ കർത്താവേ. സകല മരണഭയങ്ങളും മാറട്ടെ കർത്താവെ, സകല ആത്മഹത്യാ പ്രവണതകളും മാറട്ടെ കർത്താവെ. കർത്താവെ, സകല ജീവിത പ്രതിസന്ധികളിലും മേലും ദൈവത്തിൻ്റെ കരം നീട്ടുമാറാകണം. ആശ്വാസപ്രദനായി അങ്ങ് കൂടെ ഇരിക്കുമാറാകണം. ഈ ലോകത്തിലെ ആരും ഞങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും കർത്താവെ, ഞങ്ങൾക്ക് ചാരുവാനും മറയുവാനും അങ്ങുള്ളത് കൊണ്ട് അങ്ങിൽ വിശ്വസിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരം നീട്ടുമാറാകണം, സൗഖ്യമാക്കുമാറാകണം, ആശ്വാസം പകരുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എപ്പിസോഡ് ശ്രവിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആലപ്പുഴ ജില്ലയിലെ കല്ലുമല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ യുവജന വിഭാഗമായ PYM അവതരിപ്പിച്ച ക്രിസ്തീയ പ്രോഗ്രാമാണ് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചത്. സുവിശേഷീകരണം ലക്ഷ്യമാക്കി എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം 4 മണിക്ക് തുടർന്നും ഇത് കേൾക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. PYM കൊയർ ഈ പ്രോഗ്രാമിൽ പാടുന്നു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിൽ നിന്നും അഭിപ്രായങ്ങളും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ഞങ്ങൾ ക്ഷണിക്കുന്നതോടൊപ്പം പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിന് മാന്യ പ്രേക്ഷകർക്ക് അവസരമുണ്ടെന്ന് അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ പലരും തങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ വ്യാഖ്യാനിച്ച് അതിലെ ഉപദേശ സത്യങ്ങളെ വികലമാക്കിയുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത് ധാരാളമായി നാം കേൾക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് പര്യാപ്തമാകേണ്ട യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് ധനസമ്പാദന മാർഗമായി പലരും കരുതുമ്പോൾ വിശുദ്ധ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 17-ാം വചനം ശ്രദ്ധാർഹമാണ്. കേൾക്കൂ. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരെ പോലെ അല്ല, നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ നിമിത്തം നിരാശയും അസമാധാനവും അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ശാന്തിയും സ്ഥായിയായ സന്തോഷവും ലഭ്യമാകുവാൻ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ മതിയായതാണ്. ചെറുപടക് എന്ന ഈ പ്രോഗ്രാം നിങ്ങൾ ഇനിയും കാണൂ. ശരിയായ വിധമുള്ള ദൈവവചനം ശ്രവിക്കൂ. തുടർന്നും വിളിക്കുമല്ലോ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയട്ടെ. 97 444 446 04. കൂടാതെ 98 47 87 31 77. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുന്നു.